എല്ലാ പ്രേക്ഷകർക്കും ഗൾഫ് ടുഡേയിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീന്ദി പ്രദീപ്. വാർത്തകൾ നോക്കാം വിശദമായി. ദുബായിൽ നിന്നും കേരളത്തിലേക്കുള്ള എയർ ഇന്ത്യ സർവീസ് നിർത്തലാക്കുന്നു. കൊച്ചി ദുബായ് റൂട്ടിലെ സർവീസ് മാർച്ച് 28 വരെ മാത്രം. മാർച്ച് 29 മുതൽ എയർ ഇന്ത്യക്ക് പകരം എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് നടത്തും. സൗജന്യ ഭക്ഷണവും അധിക ബാഗേജും ഉണ്ടാകില്ല. വിവരങ്ങളുമായി മുഹമ്മദ് റഹീസ് കൂടി ചേരുന്നുണ്ട്. റഹീസ്, ഇപ്പോഴിതാ എല്ലാ സർവീസും നിർത്തലാക്കുന്നു എന്ന കാര്യമാണ് പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ എയർ ഇന്ത്യക്ക് പകരം എയർ എക്സ്പ്രസ് ആണ് സർവീസ് നടത്തുക എന്ന കാര്യം കൂടി പുറത്തു വരുന്നു. വിവരങ്ങൾ എങ്ങനെ? ശ്രീജിത്ത്, നേരത്തെ തന്നെ പലതവണ കേരളത്തിലേക്കുള്ള സർവീസ് റദ്ദാക്കാൻ അല്ലെങ്കിൽ നിർത്തലാക്കാൻ ഒക്കെയും ഇത്തരത്തിൽ എയർ ഇന്ത്യ ശ്രമിച്ചിരുന്നു. അപ്പോഴൊക്കെയും ഇടപെടലുകൾ ഉണ്ടായി. അതിനുശേഷം ഈ സർവീസുകളൊക്കെയും പുനഃസ്ഥാപിക്കുന്ന സ്ഥിതി ഉണ്ടായി. എന്നാൽ ഇപ്പോൾ ഔദ്യോഗികമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. മാർച്ച് 28 വരെ മാത്രമാകും എയർ ഇന്ത്യ സർവീസുകൾ കേരളത്തിലേക്ക് ഉണ്ടാവുക. കൊച്ചിയിലേക്ക് നിലവിൽ ഒരൊറ്റ സർവീസ് മാത്രമാണ് ദുബായിൽ നിന്നും ഉള്ളത്. ആ സർവീസ് മാർച്ച് 28 നിർത്തലാക്കുന്നു. 29 മുതൽ എയർ ഇന്ത്യ എക്സ്പ്രസ് ആയിരിക്കും സർവീസ് നടത്തുക എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും കാര്യമായി കേരളത്തിൽ നിന്നുള്ള യാത്രക്കാരെ ഇത് ബാധിക്കാറുണ്ട്. കാരണം ഈ എയർ ഇന്ത്യ ഒരു പ്രീമിയം സർവീസ് ആണ്. സ്വാഭാവികമായിട്ടും ഈ ബിസിനസ്സുകാരും ഒപ്പം തന്നെ കേരളത്തിൽ നിന്ന് പ്രധാനപ്പെട്ട ആളുകൾ പലരും ഉപയോഗിക്കുന്ന ഒരു വിമാനം ആണ് ഈ എയർ ഇന്ത്യ. അപ്പോൾ ഈ എയർ ഇന്ത്യയുടെ സർവീസ് നിർത്തലാക്കുന്നതോടുകൂടി പല പ്രധാനപ്പെട്ട നഷ്ടങ്ങളും ഉണ്ടാകുന്നുണ്ട്. അത് ഈ സൗജന്യ ഭക്ഷണം യാത്രക്കാർക്ക് കിട്ടുന്ന ഒരു സർവീസ് അത് നിർത്തലാക്കുന്നു. അത് എയർ ഇന്ത്യ നിർത്തലാക്കുന്നതോടുകൂടി അത് നഷ്ടപ്പെടുന്നു. ഒപ്പം തന്നെ അധിക ബാഗേജിന്റെ ഒരു സൗകര്യം, ലോഞ്ച് സൗകര്യം, പ്രീമിയം ക്യാബിൻ, ഇതൊക്കെ നോക്കിയിട്ടാണ് പലരും എയർ ഇന്ത്യ സർവീസിനെ ആശ്രയിച്ചു കൊണ്ടിരുന്നത്. മാത്രമല്ല കൃത്യമായ സമയത്ത് സർവീസ് നടത്തുന്ന ഒരു വിമാനം കൂടിയാണ്. നേരത്തെ പല എയർലൈനുകളും ഇത്തരത്തിൽ നിലവിൽ യാത്രക്കാർ നേരിടുന്ന പ്രധാന പ്രശ്നം മണിക്കൂറുകളോളം വൈകുന്നതാണ്. അത്തരത്തിൽ മണിക്കൂറുകളോളം വൈകാറുള്ള ഒരു എയർലൈനാണ് ഈ എയർ ഇന്ത്യ എക്സ്പ്രസ്. അപ്പോൾ അതിലേക്ക് കാര്യങ്ങൾ മാറുമ്പോഴേക്കും യാത്രക്കാർ ഈ ഒരു സമയത്തിൽ അവർക്ക് കാര്യമായിട്ടുള്ള പ്രശ്നമുണ്ടാകും. ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ മാറ്റം വരും. ഈ സർവീസുകൾ നേരത്തെ ഹൈദരാബാദിലേക്ക് കൂടി നടത്തുന്ന സർവീസും റദ്ദാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മാർച്ച് 28 വരെ ആ സർവീസും ഉണ്ടാകുള്ളൂ. എന്നാൽ മുംബൈയിലേക്കും ഡൽഹിയിലേക്കും കൂടുതൽ സർവീസുകൾ നീട്ടുക എന്നുള്ള ഒരു ആലോചന നിലവിൽ എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ട്. അപ്പോൾ അവിടേക്ക് കൂടുതൽ സർവീസുകൾ എത്തിക്കുക, എന്നാൽ കേരളത്തിനെ പാടെ അവഗണിക്കുന്ന അവസാന വിമാനവും റദ്ദാക്കുന്ന മാർച്ചോടുകൂടി ഏതാണ്ട് പൊട്ടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ഒരു അപകടതയാണ്. ദുബായിൽ നിന്നും കേരളത്തിലേക്കുള്ള എയർ ഇന്ത്യ സർവീസ് നിർത്തലാക്കുന്നു. കൊച്ചി ദുബായ് റൂട്ടിലെ സർവീസ് മാർച്ച് 28 വരെ മാത്രമാണ് ഉണ്ടാവുക. മുഹമ്മദ് റഹീസാണ് ദുബായിൽ നിന്നും വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.